ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പും വഷളയും കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പറയൽ വഷള എന്നാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പേരെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 200 ഗ്രാം പരിപ്പാണ് എടുത്തത്. അപ്പോൾ നമ്മൾക്ക് എത്രയാണോ അളവ് വേണ്ടുന്നത് അതിന് കണക്കായിട്ടുള്ള ഈ വഷളയും പരിപ്പും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തേങ്ങ ഇറക്കാണ്ടാണ് കേട്ടോ കറി വെക്കുന്നത്. തേങ്ങ ഇറക്കാണ്ട് വെച്ചാലും കൂടുതലായി നല്ല ടേസ്റ്റാണ്, തേങ്ങ അരച്ച് വെച്ചാലും ടേസ്റ്റാണ്. രണ്ട് രീതിയിലും കറി വെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വഷള ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുത്തത്. ഒരുപാട് ചെറുതായിട്ട് മുറിച്ചെടുക്കരുത്. അപ്പോൾ അതിൻ്റെ തണ്ടും കൂടെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ പരിപ്പ് കഴുകിയിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് വേഗം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ചേർക്കേണ്ടതാണ് വഷള മുറിച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വഷള മുറിച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഇനി ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. നമ്മൾ ആ പരിപ്പിൽ ആവശ്യത്തിന് ഒഴിച്ച വെള്ളം തന്നെ ഇത് വേവാൻ മതിയാവും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നല്ല ചാറ് ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 3-4 വിസിലിനുള്ളിൽ മതിയാവും ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സ്റ്റീം ഒന്ന് വരുന്ന സമയത്ത് മാത്രം വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പും വഷളയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഒരുപാട് ഉടഞ്ഞിട്ടാണ് പരിപ്പ് ഈ ഒരു രീതിക്കാണ് കിട്ടേണ്ടത്. ഒരുപാട് ഉടച്ചെടുക്കണ്ട. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഇത്രയും തിക്നെസ്സിലാണ് ഞാൻ ആക്കി എടുത്തത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ വറ്റിക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1 പച്ചമുളക് ചതച്ചത്, 4 വെളുത്തുള്ളിയിൽ ചതച്ചത്. പിന്നെ അതിന് വറവിന് വേണ്ടുന്ന സാധനം കൂടി നോക്കാം ഈ ഒരു സമയം. അപ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക്, പിന്നെ കറിവേപ്പില കയ്യിലുള്ളവർ ചേർക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇത്രയുമാണ് വറവിനാവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഈ വഷളയിലും പരിപ്പും കൂടി വേവിച്ചെടുത്തില്ലേ, ഇനി അതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ച തേങ്ങയും പിന്നെ വെളുത്തുള്ളിയിലും പച്ചമുളകും കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് 1 മിനിറ്റ് നേരം നമുക്ക് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടുതലാകരുത്. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് 1 മിനിറ്റ് നേരം നമുക്കൊന്ന് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർച്ചിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കാം. ഈ വറവിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വറവ് റെഡി ആയിട്ടുണ്ട്. എന്ന് നമ്മൾക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വഷളയും പിന്നെ പരിപ്പും കൊണ്ടുള്ള വളരെ രുചികരമായ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വഷള കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് വഷള മാത്രമല്ല ചീര ഇട്ടിട്ടും വെക്കാം. പിന്നെ ചുവന്ന ചീരയും പച്ചച്ചീരയും ഒക്കെ ഇട്ട് ഈ ഒരു കറി ഉണ്ടാക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അതുമാത്രമല്ല വളരെ ഹെൽത്തിയുമായ ഒരു കറിയാണ്. പരിപ്പാണെങ്കിൽ അതിലും വൈറ്റമിൻസ് ഉണ്ട്, ഈ ഇലക്കറി ആണെങ്കിൽ അതിലും വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും റിച്ചായ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ഇടുക. അപ്പോൾ അതിൻ്റെ കമൻറ്റും ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.